വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്രീം ബണ്ണാണ്. 1/2 കപ്പ് ചൂടുപാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. പഞ്ചസാരയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഈസ്റ്റ് കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. ഇപ്പം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈ ഒട്ടുവാണെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് കുഴയ്ക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചാലേ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ മൈദ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഒരു നനഞ്ഞ തുണി മുകളിൽ ഇട്ട് 1.5 തൊട്ട് 2 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ മാവ് നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണിത്. ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി നമുക്ക് ഇത് ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഓരോ ഉരുളകൾ എടുത്ത് നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കാം. നടുവൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇപ്പം നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇനി അത് മൂടി വെച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. 50 ഗ്രാം ബട്ടർ എടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വാനില എസൻസ് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നല്ല ബട്ടറും പഞ്ചസാരയും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ബണ്ണ് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഓരോ ബണ്ണും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബണ്ണ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. അങ്ങനെ 2 സൈഡും നമുക്ക് ബ്രൗൺ കളർ ആക്കി എടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി വെക്കാം എണ്ണയൊക്കെ പോകാനായിട്ട്. അങ്ങനെ ഇപ്പം എല്ലാ ബണ്ണും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബണ്ണും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത്. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവ് ഒന്ന് മുറിച്ചെടുക്കാം. ഫുള്ളായിട്ട് മുറിക്കണ്ട, ജസ്റ്റ് ഹാഫായിട്ട് മുറിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അങ്ങനെ എല്ലാ ബണ്ണും ഇതുപോലെ നടുവിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ പഞ്ചസാര മിശ്രിതം ചേർക്കാം. നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ബട്ടർ പഞ്ചസാര മിശ്രിതം ചേർത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ക്രീം ബണ്ണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.